നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2019 നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തിയ സമയത്ത് മലയാളത്തിൻ്റെ പ്രിയ താരമായ നടൻ മോഹൻലാൽ രാജ്യസഭയിലെത്തുമെന്നുള്ള വാർത്തകൾ പലരും പങ്കുവച്ചിരുന്നു. ഇലക്ഷനിൽ മത്സരിക്കണമെന്ന ഒരാശയം BJP തന്നെ മുന്നോട്ട് വെച്ചു എന്ന വാർത്തകളും അക്കാലത്ത് ഉയർന്നു കേട്ടു. അത്രയധികം അടുപ്പമായിരുന്നു മോഹൻലാലിനും BJP പ്രമുഖ നേതാക്കൾക്കും ഇടയിലുണ്ടായിരുന്നതെന്നാണ് വാർത്ത. നരേന്ദ്രമോദിയും മോഹൻലാലും തമ്മിൽ മികച്ച ബന്ധമുണ്ട്. ലാലിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പോലും പ്രധാനമന്ത്രിയാണ്. തനിക്കിപ്പോൾ മോഹൻലാൽ നിൽക്കുന്ന ചിത്രം മോദി ട്വിറ്ററിലും പങ്കുവച്ചു. അതോടെ മോഹൻലാൽ BJPയുമായി അടുക്കുന്നു എന്ന പ്രചരണമായിരുന്നു അന്ന് വ്യാപിച്ചത്. എന്നാൽ ഇത് ദോഷമാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ മോഹൻലാൽ ഇലക്ഷൻ വാർത്തയടക്കം നിഷേധിച്ച് രംഗത്ത് വന്നു. ചില ചിത്രങ്ങൾ അപ്രതീക്ഷിതമായി പിന്നീട് പരാജയപ്പെടുന്നതും കണ്ടു. മോഹൻലാലിന് ലഫ്റ്റനന്റ് പദവി നൽകിയത് UPA സർക്കാരാണ്. AK ആന്റണി ആയിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി. മോഹൻലാലും ആന്റണിയും മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ലഫ്റ്റനന്റ് പദവി ലഭിച്ചപ്പോൾ മോഹൻലാൽ കോൺഗ്രസുകാരനാണെന്നുള്ള പ്രചരണമാണെന്ന് ഉയർന്നത്. മോഹൻലാലിന് പ്രത്യക്ഷമായ രാഷ്ട്രീയ വിശ്വാസം ഒന്നും തന്നെ ഇല്ല എന്നാണ് അദ്ദേഹവുമായി ഏറ്റവും അടുപ്പമുള്ളവർ പറയുന്നത്. മോഹൻലാലിനെ കോൺഗ്രസും BJPയും CPMുമാകാൻ വ്യാപകമായ ശ്രമങ്ങൾ പല സമയത്ത് നടന്നു. അതേസമയം NSSുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് മോഹൻലാൽ. സുകുമാരൻ നായരുമായി അടുപ്പത്തിന് വർഷങ്ങളുടെ പഴക്കം പോലുമുണ്ട്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ABPയുമായി അടുപ്പം പുലർത്തിയിരുന്നുവെന്ന വാർത്തകളും കേൾക്കുന്നുണ്ട്. എന്നാൽ വൃശ്ചികം 1-ാം തീയതി സ്വാമി ശരണമെന്നൊരു പോസ്റ്റ് ഇട്ടതോടെ മോഹൻലാലിനെ എല്ലാവരും BJPക്കാരനാക്കി മാറ്റി. അത് പൂർണ്ണമായും തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലെ പല പ്രമുഖ BJP നേതാക്കളുമായും മോഹൻലാലിന് ബന്ധമുണ്ട്. അവർ വഴി അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാൻ സാധ്യതയും ഉണ്ടായി. മോദിയാകട്ടെ ലാലിനെ കണ്ടത് വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നുവെന്നും കുറിച്ചു പലരും. രാജ്യസഭയിലെ MP സ്ഥാനം BJP എന്ന നിലയിലുള്ളതായിരുന്നില്ല. കലാകാരന്മാർക്ക് രാജ്യം നൽകുന്ന ആദരമായിട്ടുള്ള ഒരു സ്ഥാനമായി തന്നെയാണ് അതിനെ നോക്കിക്കണ്ടത്. PT ഉഷ അടക്കം അങ്ങനെ എത്തിയതാണ്. എന്നാൽ BJPക്ക് താല്പര്യമില്ലാത്ത ഒന്നും നൽകാനും കഴിയില്ല. ഒരു MP സ്ഥാനത്തിൻ്റെ പേരിൽ തന്നിലുള്ള പ്രേക്ഷക ശ്രദ്ധ ഇല്ലാതാക്കാൻ മോഹൻലാലിന് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ടായിരിക്കും അത് നിരസിച്ചത് പോലും. തനിക്ക് ലഭിക്കാവുന്ന അപൂർവ നേട്ടം വേണ്ടെന്ന് വയ്ക്കാൻ മോഹൻലാലിനാകട്ടെ താല്പര്യവുമില്ല. സുരേഷ് ഗോപിക്ക് MP സ്ഥാനം നൽകിയപ്പോൾ തന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലാൽ മത്സരിക്കണമെന്നൊരു താല്പര്യം ഒരുപക്ഷേ BJP നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ടായിരിക്കും. ലാൽ അന്ന് അതിന് തയ്യാറായില്ല എന്നുള്ളതും വ്യക്തമാണ്. MP സ്ഥാനം നൽകിയാൽ സ്വീകരിക്കുമെന്ന വ്യക്തമായ സൂചന ആന്റണി പെരുമ്പാവൂർ നൽകിയിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. ആന്റണിയുമായി ചർച്ച പുരോഗമിച്ചിരുന്നു. ചിത്രത്തിൽ അന്ന് പ്രവേശിക്കുന്ന സമയം പോലുമില്ലായിരുന്നു. സമൂഹം ബഹുമാനിക്കുന്നവരെ BJPയിൽ എത്തിക്കണമെന്ന ചിന്ത മോദിക്കും അതുപോലെ കേന്ദ്രത്തിനുമുണ്ട്. മോഹൻലാലിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി കാര്യങ്ങൾ ഒരുപക്ഷെ സൂചിപ്പിച്ചേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മോഹൻലാലിനെ ഏൽപ്പിക്കാനുള്ള ലക്ഷ്യം നരേന്ദ്രമോദിക്കുണ്ടായിരിക്കും. എന്നാൽ ചില പൊതു രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചതെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ചർച്ചാ വിഷയം പോലുമായില്ല എന്നാണ് അന്ന് ലാലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത്. താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെന്ന വിവരം അറിഞ്ഞില്ലെന്ന് മോഹൻലാൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ട്, അത് തന്നെ തുടർന്നു പോകാനാണ് താൻ ഉദ്ദേശിക്കുന്നത്. മോദിയുടെ മനസ്സിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു. ശശി തരൂരിനെതിരായി മത്സരിക്കാൻ ഒരാഗോള പൗരൻ വേണമെന്നുള്ള മനസ്സിലിരിപ്പായിരുന്നു. മോഹൻലാൽ ആണെന്നുണ്ടെങ്കിൽ NSSൻ്റേതടക്കമുള്ള പിന്തുണ BJPക്ക് കിട്ടും. അതോടൊപ്പം തന്നെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും വോട്ട് ചോർച്ചയും ഒരുപക്ഷെ സംഭവിച്ചേക്കും. NSSുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആളുകൂടി ആയതുകൊണ്ട് പെരുന്നയിൽ സംഘടിപ്പിച്ച NSSൻ്റെ യോഗത്തിലടക്കം അദ്ദേഹം പങ്കെടുത്തതുകൊണ്ട് അതും ഒരു നേട്ടമായി നോക്കി കാണാവുന്നതാണ്. അടുത്ത കാലത്ത് പിണറായി വിജയനുമായി മോഹൻലാൽ ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന പല വേദികളും കണ്ടിരുന്നു. അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് പോസ്റ്റിട്ടു. പലതവണ പിണറായിയെ അദ്ദേഹം നേരിൽ കണ്ടു. അതോടെ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന മോദിയുടെ സ്ലീപ്പിംഗ് സെൽ പ്രധാനമന്ത്രിയെ വിവരമറിയിച്ചു. പ്രധാനമന്ത്രി ലാലിനെ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു. മോഹൻലാൽ തുടങ്ങിയ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ചുമതല BJP വിശ്വാസികൾക്കാണ്. അക്കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ BJP ബന്ധത്തിൽ ഉള്ള സംശയങ്ങൾ ഉയർന്നിരുന്നു. ഒരിക്കലും വിവാദങ്ങളിൽ ഉൾപ്പെടുന്നയാളല്ല മോഹൻലാൽ. ആരെയും ഇണക്കാനോ ഒന്നും തന്നെ അദ്ദേഹം തയ്യാറല്ല. അങ്ങനെയുള്ള മോഹൻലാൽ ഏറ്റവും ഒടുവിൽ വീണത് എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു. അമ്മ എന്ന സംഘടനയുടെ വിവാദം കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് ലാൽ വീണ്ടും അടുത്ത കുഴിയിൽ ചാടിയത്. അമ്മ പിരിച്ചുവിടാനുള്ള മോഹൻലാലിൻ്റെ തീരുമാനമുണ്ടായത് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിക്കുമെന്ന അഭ്യൂഹങ്ങൾ പലരും സോഷ്യൽ മീഡിയ വഴി ആവശ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു. അമ്മയുടെ തലപ്പത്ത് നിന്നും എത്രയും വേഗം മാറി നിന്നില്ലെങ്കിൽ ലഫ്റ്റനന്റ് കേണൽ പദവി പോകുമെന്ന് BJPയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ഒരുപക്ഷെ മോഹൻലാൽ മനസ്സിലാക്കിയേക്കും. ലഫ്റ്റനന്റ് കേണൽ പദവിയുടെ അധികാരത്തെയും മഹത്വത്തെയും കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുള്ള മോഹൻലാൽ ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കി സ്വയം തീരുമാനമെടുത്ത് മാറി നിന്നു. താൻ രാജിവെക്കുന്നതോടൊപ്പം തന്നെ അമ്മയെ മൊത്തത്തിൽ പിരിച്ചുവിടാനും തീരുമാനിച്ചു. തനിക്കെതിരെ ഉണ്ടാകാനിടയുള്ള എല്ലാ പ്രതിസന്ധികളും അവസാനിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്നയാൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഒരു സംഘടനയെ പ്രതികരിക്കുന്നു എന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞാൽ
രാജ്യത്ത് തന്നെ മോശമാകും, ഇനി സ്വയം ആരോപണം നേരിടേണ്ടി വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയുള്ള പല സംശയങ്ങളും അന്ന് ഉയർന്നു കേട്ടതായിരുന്നു. ഒന്നിനും മറുപടി പറയാതെ പിന്മാറുന്നത് ഏറെ ഉചിതമാണെന്നാണ് മോഹൻലാൽ കരുതിയത്. അങ്ങനെ കരുതിയാൽ പോലും അതിന് തെറ്റു പറയാൻ സാധിക്കില്ല. അത്രയധികം വിവാദങ്ങളുടെ നടുവിലായിരുന്നു അന്ന് ആ സംഘടനയെ. താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടത് പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്നാണെന്നുള്ള വാർത്തകൾ വന്നെങ്കിൽ പോലും ഒന്നും തന്നെ പിന്നീട് സംഭവിച്ചില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെ അമ്മയ്ക്കുള്ളിൽ ഉയർന്ന അമർഷവും നേതൃത്വത്തോടുള്ള എതിർപ്പും സംഘടനയെ തന്നെ പിളർത്തിയേക്കുമെന്ന സ്ഥിതി പോലും വന്നു ചേർന്നു. എന്നാൽ മോഹൻലാൽ വിചാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അതിന് പകരം രാജിയാണ് ഉചിതമെന്ന തീരുമാനത്തിലേക്ക് ഭാരവാഹികൾ അടക്കമെത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് പറഞ്ഞത് റിപ്പോർട്ടിലെ കാര്യങ്ങൾ ഒറ്റപ്പെട്ടതെന്നായിരുന്നു. റിപ്പോർട്ട് പുറത്തു വരണമെന്നോ വേണ്ടെന്നോ തങ്ങൾക്ക് അഭിപ്രായമില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. തൊട്ടുപിറകെ വൈസ് പ്രസിഡന്റ് ജഗദീഷ് അതിന് വിരുദ്ധമായി സംസാരിച്ചു. ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി നടപടി വേണമെന്നുമാണ് ജഗദീഷ് പറഞ്ഞത്. അമ്മയ്ക്കുള്ളിലുള്ള അടിയൊഴുക്കുകളുടെ കൃത്യമായ സൂചന അതിലൂടെ കിട്ടി. മറ്റൊരു വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും അഭിപ്രായപ്പെട്ടത് അമ്മയുടെ പ്രവർത്തനങ്ങളിൽ വലിയ കുറവുകളുണ്ടെന്നാണ്. ഇതിന് പുറകെ തന്നെ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ രാജിയുണ്ടായി. മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നു. സമാനമായി തന്നെ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയും ഒഴിയേണ്ട സാഹചര്യം വന്നു. ഇനി എന്തെന്നുള്ള ചോദ്യം ഉയർന്നതിന് പിറകെ തന്നെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ തീരുമാനമുണ്ടായി. സിദ്ദിഖ് ഒഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെതിരെ കൂടി ആരോപണം വന്നതോടെ അമ്മ കൂടുതൽ പ്രതിസന്ധിയിലായി മാറി. ആരോപണ വിധേയർ സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണം നേരിടുകയാണ് ഉചിതമെന്നും അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്നും പൃഥ്വിരാജ് ഉൾപ്പെടെ അഭിപ്രായപ്പെടുക കൂടി ചെയ്തതോടെ ഇതേ അഭിപ്രായമുള്ളവർക്കുള്ള പിന്തുണ കൂടി. ആരോപണം നേരിടുന്ന ബാബുരാജ് സ്ഥാനമൊഴിയണമെന്ന് കഴിഞ്ഞ ഭരണസമിതിയിലുണ്ടായിരുന്ന ശ്വേതാ മേനോൻ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടു. താൽക്കാലിക സെക്രട്ടറി പദവി പോലും ബാബുരാജ് വഹിക്കരുത് എന്നുകൂടി ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടി. ജഗദീഷ് സെക്രട്ടറി ആവണമെന്ന ഒരു വനിത ഈ പദവിയിലേക്ക് വരട്ടെ എന്നും ചർച്ചകൾ ഉയർന്നു കേട്ടു. WCCയുടെ കാര്യത്തിലടക്കം അമ്മ ഭാരവാഹികൾ കൈക്കൊണ്ട ചില നിലപാടുകളോടും പല അംഗങ്ങൾക്കും വിയോജിപ്പുണ്ടായിരുന്നു. പലരും അത് പരസ്യമായി പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം. അത്തരം വിയോജിപ്പുകളും എതിർപ്പുകളും ഇപ്പോൾ മറനീക്കി പുറത്തു വരികയും ചെയ്തു. നടിമാരടക്കം പലരും പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിർന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചെങ്കിലും ഉടൻ ചേരുന്നതിൽ ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നുവെന്നാണ് വിവരം. യോഗ തീരുമാനം അറിയിക്കാൻ മാധ്യമങ്ങളെ കാണേണ്ടി വരും എന്നുള്ളതായിരുന്നു അതിനുള്ള കാരണം. എക്സിക്യൂട്ടീവ് വിളിക്കാൻ വൈകുന്നതിനെതിരെ അമ്മ അംഗങ്ങൾക്കിടയിൽ തന്നെ പ്രതിഷേധമുയർന്നു. അതിനെപ്പറ്റി അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ ചർച്ചയുണ്ടായി. ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ച് പലതും തുറന്ന് പറയേണ്ടി വരുമെന്ന് പല അംഗങ്ങളും പറഞ്ഞിരിക്കാം. തുടർന്നാണ് ഓൺലൈനിൽ യോഗം വിളിച്ച് ഒരു തീരുമാനമുണ്ടായത്. സംഘടനയുടെ കെട്ടുറപ്പ് നിലനിർത്തുക അത്യാവശ്യമാണെന്ന് വന്നതോടെയാണ് ഒരു ധാർമ്മിക കാര്യമെന്ന നിലയിൽ കൂടി രാജ്യകാര്യത്തിലേക്ക് കടക്കാമെന്ന് നേതൃത്വം തീരുമാനിച്ചത്. മമ്മൂട്ടിയുമായി സംസാരിച്ച് പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ആദ്യം അവതരിപ്പിച്ചതെന്നാണ് സൂചന. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഭരണസമിതിക്കെതിരെ വൻ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞ് മോഹൻലാൽ രാജി തീരുമാനം അറിയിച്ചു. അംഗങ്ങളും അതിനോട് യോജിച്ചു. അതോടെ ഭരണസമിതി മൊത്തത്തിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഈ സമയത്ത് മോഹൻലാൽ സ്വയരക്ഷ മാത്രം നോക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം അറിയിക്കുമ്പോൾ മോഹൻലാൽ വികാരധീനനായിരുന്നു എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞത്. 2 മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരായിരിക്കും അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ചോദ്യം. മലയാള ചലച്ചിത്ര മേഖലയിലെ ഒട്ടേറെ പേർ ലൈംഗിക ആരോപണം നേരിടുന്നതും കേസിൽ അകപ്പെട്ടിരിക്കുന്നതുമാണ് സംഘടനയെ പറ്റിയുള്ള ഏറ്റവും വലിയ വിവാദം. അമ്മ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഇനി വരുന്നവർക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമാണ്. രാജി തീരുമാനത്തോടുള്ള ചർച്ചകൾ നടന്നത് വാട്സപ്പ് ഗ്രൂപ്പിലാണെന്നാണ് വിവരം. എന്നാൽ പിന്നീട് കുറേ കാലം കഴിഞ്ഞു എമ്പുരാൻ സിനിമ റിലീസായി. ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തെറിയിക്കുമെന്ന വാർത്തകൾ ഉയർന്നു. പിന്നീട് എമ്പുരാനെതിരെ നടത്തിയ BJP ക്യാമ്പിന്റെ വ്യാപക പ്രചരണം നിർത്തണമെന്ന് മോഹൻലാൽ രാജീവ് ചന്ദ്രശേഖറിനോട് തന്നെ അഭ്യർത്ഥിക്കേണ്ട ഒരു സാഹചര്യം പോലും അന്ന് ഉണ്ടായിരുന്നിരിക്കാം. BJP യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ താനും ലാലും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്ന് പോലും പറയാൻ മറക്കാത്തതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. മോഹൻലാൽ ഇതിനു മുൻപില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത്. തനിക്കെതിരെയും ആരോപണം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് അദ്ദേഹം സംശയിച്ചു. എന്നാൽ കാര്യങ്ങളെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള മികവ് കാരണമാണ് മോഹൻലാൽ അന്ന് രക്ഷപ്പെട്ടു പോയത്. ഒരു സിനിമയിൽ എന്തിരിക്കുന്നുവെന്ന ചോദ്യം ലാൽ ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം വിഷമിപ്പിച്ചത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയാണെന്ന് ഏവരും വിമർശിച്ചു. തമിഴ്നാട്ടിൽ കമലഹാസനും വിജയുമൊക്കെ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ മോഹൻലാലും അത് ആവർത്തിച്ചു. മോഹൻലാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഇമേജ് അത് പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ് ഇക്കാര്യം മുന്നോട്ട് പോകുന്നത്. തൻ്റെ അടുത്ത സുഹൃത്ത് മോഹൻലാൽ കൂടിയാണെന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്ന സാഹചര്യത്തിൽ എമ്പുരാന്റെ പഴി പൃഥ്വിരാജിന്റെ തലയിൽ ചാരി രക്ഷപ്പെടാനായി മോഹൻലാലിന് പോലും കഴിയാത്ത അവസ്ഥയായി. ഒരു കാലത്ത് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ കേരള സർക്കാർ പ്രതി ചേർത്തതും ഈ സാഹചര്യത്തിൽ ഓർക്കുകയാണ്.
വനംവകുപ്പാണ് ലാലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമ നടപടിയും തുടങ്ങി. കേസിലുണ്ടായ താമസത്തിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നപ്പോൾ പിന്നെയും നടപടി കടുപ്പിച്ചു. ഇപ്പോഴും ആനക്കൊമ്പ് കേസ് ലാലിൻ്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളായി തന്നെ തൂങ്ങുന്നു. സർക്കാർ നൽകിയ 2 വ്യത്യസ്ത റിപ്പോർട്ടാണ് സർക്കാരിന് വിനയായി തന്നെ മാറിയത്. ആദ്യത്തെ റിപ്പോർട്ട് മോഹൻലാലിനെ കേസിൽ നിന്ന് പ്രതിയാക്കണമെന്നായിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും. 2 നൽകിയത് UDF സർക്കാരിൻ്റെ കാലത്ത് വനം വകുപ്പും. ലാലിൻ്റെ തേവരയിലെ വീട്ടിൽ നിന്നും 2012 ജൂണിലായിരുന്നു ആനക്കൊമ്പ് പിടിച്ചത്. ആദായ നികുതി വകുപ്പാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രഹസ്യ റെയ്ഡ് നടത്തിയത്. 65,000 രൂപ നൽകി വാങ്ങിയെന്നായിരുന്നു മോഹൻലാലിൻ്റെ വിശദീകരണം. K. കൃഷ്ണകുമാർ എന്നയാളിൽ നിന്നും താൻ ആനക്കൊമ്പ് വാങ്ങിയെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കൃഷ്ണകുമാറിനെയും കേസിൽ പ്രതിയാക്കി. മോഹൻലാലിനെതിരെ നടപടി വേണ്ടെന്ന് പല കോണിൽ നിന്നും സർക്കാരിന് അന്നേ ഉപദേശം കിട്ടിയതാണ്. എന്നാൽ സർക്കാർ വഴങ്ങിയില്ല. വളരെ മുമ്പ് തന്നെ നരേന്ദ്രമോദി സ്തുതിയുടെ പേരിലും മറ്റും ഇടതുപക്ഷവുമായി ഉടക്കി നിന്ന ഒരു സാഹചര്യം, സ്വരച്ചേർച്ചയില്ലാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ആനക്കൊമ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം ലാലിനെതിരെ കേസെടുത്തു. പിന്നീട് കേസ് റദ്ദാക്കി. അന്ന് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം നിയമത്തിൽ ഭേദഗതി വരുത്തി. ലാലിന് വേണ്ടി നിയമം പരിഷ്കരിക്കാമായിരുന്നു എന്നാണ് അന്നത്തെ സർക്കാർ നിലപാട് സ്വീകരിച്ചതെന്ന് പോലും പലരും വിമർശിച്ചു. ഇതിനിടയിൽ താരത്തിൻ്റെ കയ്യിലുള്ളത് യഥാർത്ഥ ആനക്കൊമ്പാണെന്ന് മലയാറ്റൂർ DFO സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. അതേസമയത്ത് തന്നെ മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ട് വനം വകുപ്പ് ഹൈക്കോടതിയിൽ റിപ്പോർട്ടും ഫയൽ ചെയ്തു. നിയമപരമല്ലാത്ത മാർഗത്തിലൂടെയല്ല മോഹൻലാൽ ആനക്കൊമ്പ് വാങ്ങിയെന്ന പഴയ നിലപാടാണ് ഇക്കുറി വനം വകുപ്പ് തിരുത്തിയത്. മോഹൻലാലിനെതിരെ തുടർ നടപടി വേണ്ടതും വനം വകുപ്പ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. 2012 രജിസ്റ്റർ ചെയ്ത കേസ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും തീർപ്പാക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. 3 ആഴ്ചയ്ക്കകം തന്നെ മജിസ്ട്രേറ്റ് കോടതി കേസിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമെന്നും സംസ്ഥാനത്തെ ഉയർന്ന കോടതി ഉത്തരവിട്ടു. ഇതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. മോഹൻലാലിൻ്റെ കയ്യിലുള്ളത് ഒറിജിനൽ ആനക്കൊമ്പാണെന്നാണ് വനം വകുപ്പ് പറഞ്ഞത്. ആനക്കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് അധികാരമില്ല എന്ന് പറഞ്ഞു. പിന്നീട് നിലപാട് തിരുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.